ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പേര് ശ്രുതി. അപ്പോൾ നിങ്ങൾ തമിഴിലെല്ലാം കണ്ടതുപോലെ ഇന്ന് ആക്സിഡൻറ്റ് പറ്റിയ, അതായത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നും. അപ്പം അതെന്താണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടാമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് എങ്ങനെയാണ്, എപ്പോഴാണിത് സംഭവിച്ചതെന്നല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഓവറായിട്ട് പ്രിപ്പയർ ചെയ്ത അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നടക്കാതിരിക്കാം. അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് എനിക്ക്. മേ ബി അതിലാണ് ഈ ആക്സിഡൻറ്റ് കഥയും വരുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഴുതാന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ റിക്കവറിയിലുള്ളവർക്കോ അപ്പോൾ ഇതൊരു എന്താ പറയാനാ, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതും കടന്ന് നമ്മളൊരു നോർമൽ ലൈഫ് ജീവിക്കും. അപ്പോൾ ഇത് കഥ തുടങ്ങണേന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണിത് സംഭവം. നിങ്ങൾക്ക് തോന്നും എന്തിന് ഇതിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന്. ഇതുകൂടെ പറഞ്ഞാലേ ഈ കഥ ഫുള്ളാവും. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതായത് കൊല്ലത്താണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യണത്. അവിടെ ഞാൻ ജോയിൻ ചെയ്യണത്. അപ്പം ജോയിൻ ചെയ്യണ മുമ്പേ ഞാൻ ഇൻ്റർവ്യൂ സമയത്തേ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും സാലറി ചോദിച്ചെന്ന്. സാലറി അല്ല, ലീവാണ് ചോദിച്ചത്. ലീവ് ചോദിക്കാൻ കാരണം എനിക്ക് ഏപ്രിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലീവ് അപ്പോഴേ ചോദിക്കണത്, അതായത് ഫെബ്രുവരിയിലേ ചോദിക്കണത്. അപ്പം ഞാൻ ലീവ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ലീവ് 4 ലീവുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയായി ഞാൻ. 4 ലീവ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഒരു മാസത്തിൽ 4 ലീവ്, അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഞാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം പോയത് മുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗാവട്ടെ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് ഏപ്രിലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. നിങ്ങൾ അതിന് മുമ്പേ നിങ്ങളെ ലീവൊക്കെ എടുത്ത് തീർത്തോ, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും അത് വേണം. അപ്പോൾ ഇത് അവർ ഓക്കെ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറയും, അവളും അവളുടെ ഒരു ഫംഗ്ഷൻ വന്ന് അവർ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. കാരണം അവരടുത്ത് മാത്രമല്ല, വരണവരടുത്ത് പോണവരടുത്ത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് വരെ ഞാൻ ഈ ഫംഗ്ഷനെ പറ്റി പറയുമായിരുന്നു. അപ്പം ലാസ്റ്റ് തൊട്ട് തന്നെ ഞാൻ അതിനുവേണ്ടി എനിക്ക് ഡ്രസ്സ് സംഭവങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. കാരണം അത്രയും എന്താ പറയുക, നമ്മളൊരു ആവശ്യമുള്ള ഒരു ഫംഗ്ഷനായിരുന്നു അത്. ഫാമിലിയിലൊരു ഫസ്റ്റ് ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ഇത്രയും പ്രിപ്പറേഷൻ എല്ലാം ഞാൻ നടത്തിയത്. അതിന് വേണ്ടിയാണ് ലീവ് വരെ ഞാൻ ചോദിച്ചത് തന്നെ. അങ്ങനെ പോണതിൻ്റെ തലേ ദിവസം എൻ്റെ പേഷ്യൻ്റെല്ലാം ഞാൻ റെഫർ ചെയ്ത് എല്ലാം സെറ്റാക്കി, ഒരു പ്രശ്നമില്ലാതെ കാരണം എനിക്ക് സമാധാനത്തിൽ പോയിട്ട് വരണം വീട്ടിൽ. അങ്ങനെ 5 ദിവസത്തെ ലീവ്. 5 ദിവസത്തെ ലീവാണ് ഞാൻ 27, 28, 29, 30, 1 അങ്ങനെ. ഫംഗ്ഷൻ 29, 30 ആണ്. 2 ദിവസം വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് പോകാൻ കണക്കിനാണ് ഞാൻ ഇത്ര എടുത്തത്. അപ്പം എൻ്റെ അനിയൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. അപ്പം അവൻ പറഞ്ഞു 28-ന് പോയാൽ പോരെ, നേരത്തെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ അതും ചിന്തിച്ചു, ഓക്കെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, നേരത്തെ എന്തിനു പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിന് ഇത്രയും ലേറ്റ് ആവണം, എന്തായാലും 4 ലീവുണ്ട്, ഈ മാസം എടുക്കണം, അത് എടുത്തോ. അങ്ങനെ 26-ാം തീയതി രാത്രി പോകാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യണം. 26-ാം തീയതി കൊല്ലത്തുനിന്ന് എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഞാൻ വിചാരിക്കണം. അപ്പോൾ അത് ലൈറ്റ് ആവും എൻ്റെ വീട്ടിലോട്ട്. എനിക്ക് നൈറ്റ് ബസ്സില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടുകാരടുത്ത് പറയാമെന്ന് വിചാരിക്കും. കാരണം സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, വീട്ടിൽ പറഞ്ഞു. പപ്പ വന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തുനിന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതെന്നറിയാമോ, ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഇവിടെ പോകാമെന്ന് പറയാം, നമുക്ക് സാധനം എടുക്കാൻ പോകാം, അതെടുക്കാൻ പോകാമെന്ന് പറഞ്ഞതിന് വരെ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോവാം, എനിക്ക് സ്കാൻ ഉണ്ട്, അബ്ഡോമിനൽ സ്കാൻ ഉണ്ട്, അവിടെ പോവാം, നീ വാ എന്ന് പറഞ്ഞു. അല്ല, നീ രാത്രി വരണ്ട, 27-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതൊരു കാര്യം. ഓക്കെ, അതൊക്കെ പോട്ടെ. വിധി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും എപ്പോഴായാലും നടക്കും. അതുപോലെ 26-ാം തീയതി ഞാൻ വരുന്നുണ്ട്. അപ്പം ഇവരെ നൈറ്റ് ഒരു 11 എന്തോ അടുപ്പിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ വരണത് തന്നെ. ഫുഡ് കഴിക്കുന്നു, രാവിലെ എണീക്കുന്നു, കടയെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം ഞാൻ തലേ ദിവസം ഇടേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊന്നും വരത്തില്ല, കുറച്ചുകൂടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് പഴവങ്ങാടി രാമചന്ദ്രയിൽ പോയി വാങ്ങാനുള്ള പ്ലാനിൽ എൻ്റെ ഓൺ സ്കൂട്ടി, എൻ്റെ സ്കൂട്ടിയിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണം. ആദ്യമായിട്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ വണ്ടി എടുത്ത് പോകണം. ഇതിനു മുമ്പേ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ബസ്സിലാണ് പോകണം. ഇവിടെ നമുക്ക് ബസ് കിട്ടും. അപ്പം അന്ന് എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ, നമ്മൾ ഈ ഒരു മെയിൻ കാരണം കൊണ്ട്, ഈ ഡ്രസ്സ് എടുക്കണമെന്ന മെയിൻ കാരണം കൊണ്ട് സ്കൂട്ടിയിലാണ് പോയത്. അവിടെ പോയി അപ്പം 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി, ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം 8 മണിക്കല്ലേ, 9 മണിയാകുമ്പോൾ എന്തായാലും കഴിയും, അല്ലെങ്കിൽ 10 മണിക്ക് എന്തായാലും കഴിയും. അപ്പോൾ നമുക്ക് കഴിക്കാം എന്നതിൽ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും ലേറ്റ് ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 10:30, 11 മണിക്ക് അകത്തെ ഫുഡ് കഴിക്കും. അവിടെ പോയിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ടൈം കൊടുക്കുമല്ലോ, 8, 8:30 എന്നൊക്കെ ആൾക്കാർക്ക് ടൈം കൊടുക്കണമല്ലോ, അങ്ങനെ ആവുമെന്ന് വിചാരിച്ചു. വന്ന എല്ലാവർക്കും 8 മണിയാണ് ടൈം. എൻഡോ, അബ്ഡോമിനൽ, അങ്ങനെ കുറേ സ്കാൻ എല്ലാം ഒരു ഏരിയയിലാണല്ലോ, അവിടെ എല്ലാവർക്കും 8 മണിയാണ് ഒരു ടൈം കൊടുത്തത്. എന്നാൽ അവർ കറക്റ്റ് ടൈമിന് വന്നോ, അതുമില്ല. ഇരുന്ന് നമ്മൾ ഫുള്ള് ക്ഷീണിച്ചു. കാരണം ഇന്നലത്തെ എൻ്റെ ട്രാവലിംഗ് ക്ഷീണം, ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ഫുഡ് കഴിക്കാൻ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ നോർമലി ഇപ്പോഴും കഴിക്കൂല, അങ്ങനെയൊക്കെ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. കാരണം അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല.
അപ്പോൾ അവിടെ നിന്ന് സ്കാനെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പം സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിലോ ഫാറ്റി ലിവർ ഉണ്ടോ എന്നാണ്. അമ്മയ്ക്ക് ഫസ്റ്റ് സ്റ്റേജ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് എനിക്കും അമ്മയ്ക്കൊക്കെ നേരത്തെ അറിയാം. അപ്പം ഞാൻ വെറുതെ ഇതിന് വേണ്ടി ഇതുവരെ വന്നു എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. മേ ബി അതിലെന്തെങ്കിലും കാണുമായിരിക്കും, അവർക്ക് അറിയേണ്ട ഒരു ഇത്. മെഡിക്കൽ കോളേജല്ലേ, അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നേരെ വന്നു പഴവങ്ങാടി രാമചന്ദ്രയിലാണ് വന്നത്. അവിടെ വണ്ടി വെച്ച് നമ്മൾ ഫുഡ് കഴിക്കും, കുറച്ചധികം നടന്നു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വന്നു. കടകൾ കയറി നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പിന്നെ കുറച്ചധികം നടന്നു. അപ്പം തന്നെ ഫുള്ള് ടയേർഡായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക മത്ത് പിടിച്ചൊരവസ്ഥയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് അടുത്ത് ട്രാവൽ പിന്നെയും തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു ഇതെന്തായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞില്ല രാവിലെ വന്നാൽ എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അതിന് വേണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ വീട്ടിലെത്താൻ അത്രേ ഉള്ളൂ. കിടക്കുന്ന സമയത്ത് ആണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചെന്നോ അത് എന്താണ് പറ്റിയെന്നോ എനിക്ക് ഓർമ്മയില്ല. അതായത് ഇതെങ്ങനെയാണെന്നോ എന്താണ് ഉണ്ടായെന്നോ എവിടെയാണ് കൊണ്ടിടിച്ചതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതായത് ഫുൾ ബ്ലാങ്ക്. എനിക്ക് കുറച്ച് നിമിഷത്തെ, അതായത് കുറച്ച് ഒരു മണിക്കൂറത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറക്കണത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് സ്ട്രെച്ചറിൽ കിടക്കണം. ഞാൻ ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ എന്നെ കിടത്തിയിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ചുറ്റും ആൾക്കാർ നിൽപ്പുണ്ട്, പേഷ്യൻസ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ പരിചയമുള്ളൊരു മുഖം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചിൻ നൈബറാണ്, പുള്ളി നിൽപ്പുണ്ട്. അപ്പം ഞാൻ കൊച്ചിനോട് ചോദിക്കണുണ്ട് എനിക്ക് എന്ത് പറ്റി, എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് പറ്റിയാടാ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കണം അമ്മ എന്തേ. നമ്മൾ മെയിൻലി ചിന്തിക്കുന്നത് നമ്മളെ പിറകിലിരുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയിരിക്കാം, വരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ നമ്മൾ. കൈ ഫുള്ള് കുറേ മുറിവുണ്ട്, ഏകദേശം ഒരു 35-32 ചെറിയ ചെറിയ മുറിവുകൾ മൊത്തത്തിൽ ഉണ്ട്. കൈ അനക്കാൻ പറ്റില്ല. ഈ കയ്യിലും എനിക്ക് അത്യാവശ്യത്തിന് കുറച്ച് മുറിവുണ്ട്. ഇവിടെ ക്യാനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാനിലിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. കൈക്കൊന്നും വലിയ പ്രശ്നമില്ല, ഇങ്ങനെ നോക്കണം, വേദനയുണ്ട്. അപ്പം അതൊന്നും ഞാൻ അപ്പം എന്താ പറയുക വലുതായിട്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അമ്മയാണ് മനസ്സ് മൊത്തം. അമ്മയ്ക്ക് എന്ത് പറ്റി, ഞാൻ ഇങ്ങനെ കിടക്കുന്നു, സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകണം അമ്മയെ. അപ്പം അമ്മ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം നമുക്കെന്ത് പറ്റിയെന്ന്. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു നമുക്കെന്ത് പറ്റി മോളേന്ന്. അപ്പോൾ ഞാൻ അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അത്രയുള്ള അമ്മ അങ്ങ് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് പറയുന്നുണ്ട്, ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. പൊട്ടലുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റൂല ഇവിടെ, നേരെ മെഡിക്കൽ കോളേജിൽ വിടുക. അവിടെ റെഫർ മാത്രമേ ചെയ്യുമെന്ന് തോന്നുന്നു. നേരെ മെഡിക്കൽ കോളേജിൽ വിടുക. കാരണം ഒരു അറൗണ്ട് ഒരു 4 മണി 4:30 സമയമായിട്ടുണ്ട്. അതായത് ഏപ്രിൽ 27-നാണ് ഈ ആക്സിഡൻറ്റ് പറ്റണത്. 26 രാത്രി ഞാൻ ലീവിന് വരികയാണ് ഇവിടെ വീട്ടിൽ. 27 ഉച്ചയൊക്കെ ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഡിസ്കഷൻ നടത്താണ്. മെഡിക്കൽ കോളേജിൽ പോയാൽ ഇപ്പോൾ ഒന്നും കാര്യം നടക്കൂല. ആംബുലൻസുകാർ തന്നെ പറയുന്നുണ്ട് നമുക്ക് അല്ലെങ്കിൽ SP മെഡിഫോർട്ടിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ കളിക്കാവുള്ള ഒരു മെഡിക്കൽ സെൻറ്റർ, അതായത് സ്മാർട്ട് മെഡിക്കൽ ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്, ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് പൈസ സഹായമുണ്ട്, നല്ല ഡോക്ടേഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഒപ്പയും കൊച്ചുമാരൊക്കെ തീരുമാനിച്ച് അവിടെ പോവാം എന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജിൽ SP മെഡിഫോർട്ടിൻ്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. ഇത്തിരി എക്സ്പെൻസീവ് ആണ് മെഡിക്കൽ കോളേജിൻ്റെ ഓഫീസ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ അങ്ങോട്ട് പോവാം, കാരണം ഇത്തിരി പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് എന്താ പറയാൻ ആ ഒരു സമയത്ത് നമ്മൾ അതാണ് ചിന്തിച്ചത്, പോവാം, ഗവൺമെൻറ് പോകണ്ടാവുന്നതിൽ. പിന്നെ പെട്ടെന്നായി കയറ്റുന്നു, ആംബുലൻസിൽ കയറ്റി. അപ്പോൾ എനിക്ക് ഇത് ചെറുപ്പമല്ല, ഞാൻ ഈ ആംബുലൻസ് ഡെയിലി കാണും. ഞാൻ വർക്ക് ചെയ്ത് ആദ്യം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഡെയിലി ആംബുലൻസ് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആംബുലൻസിൽ കയറണം. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഇത് വല്ലാത്തൊരു ആഗ്രഹമല്ലേ എന്ന്. ബട്ട് എന്താ എനിക്ക് ഒന്ന് ആംബുലൻസിൽ കയറണം എന്നുണ്ടെങ്കിൽ, കാരണം രോഗിയായിട്ടല്ല, ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എനിക്കതിൽ കയറണമെന്നൊരു ആഗ്രഹമുള്ള ഒരു ആളായിരുന്നു ഞാൻ. നിങ്ങൾക്ക് ഇത് തോന്നും വിയേർഡായിട്ട് തോന്നും, ബട്ട് ഞാൻ കണ്ട് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ അത് എൻ്റെ മനസ്സിന് തോന്നി അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ. ബട്ട് അത് എൻ്റെ ജീവിതത്തിൽ ഇത്ര കൃത്യമായിട്ട് അത് നടന്നു. ആഗ്രഹിച്ചതെന്തോ അത് കറക്റ്റായിട്ട് നടന്നു. പക്ഷേ അതിൽ കിടന്നു പോയത് ഞാനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വേർഡായിട്ട് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടെ നമുക്കത് നടക്കും. അതിൻ്റെ എക്സാമ്പിളാണ് എനിക്കിത് ഉണ്ടായത്. അപ്പം അങ്ങോട്ട് വന്നപ്പം, അതായത് നെയ്യാറ്റിൻകരയിലോട്ട് വന്ന സമയത്ത് എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അടുത്ത കളിക്കാവളയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു നിമിഷം സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പം അതായത് നെയ്യാറ്റിൻകരയിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. സീരിയസ്ലി എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ കളിക്കാവളയിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ എനിക്ക് ഓർമ്മ വന്നത് തന്നെ. അപ്പോൾ ഇവരെടുത്ത് ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. അതുവരെ സ്ട്രെച്ചറിൽ കിടന്ന് ഞാൻ അപ്പോഴാണൊന്ന് അനങ്ങണത് തന്നെ.
കയറ്റി കിടത്തി. വണ്ടി ആംബുലൻസിൽ ഒരു തവണയെങ്കിലും കയറിയവർക്ക് അല്ലെങ്കിൽ ആംബുലൻസ് പോണ സ്പീഡ് കാണുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് പോണേന്ന്. മേ ബി അവർ നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും കൊണ്ടുപോകുക. അപ്പം എന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കാലിൽ സ്ലാബോ കാര്യങ്ങളോ ഒന്നും ഒരു കെട്ടോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ടൈം മാത്രം എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവർ. അപ്പോൾ ഈ വണ്ടി ഈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇത് ഷേക്കാവും, ഭയങ്കരമായിട്ട് ഷേക്കാവും. നമ്മൾ കിടന്ന ബെഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് കുലുങ്ങും. അപ്പോഴാണ് എനിക്ക് എന്തുമാത്രം വലിയ ആക്സിഡൻ്റാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണത് തന്നെ. എൻ്റെ ഇതിൽ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു വേദന ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഞാൻ ആ ഒറ്റൊരു കിടത്തിൽ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ സ്ട്രക്ചറിൽ കിടത്തിയ സമയത്ത് എനിക്കിങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്ന സമയത്ത് എൻ്റെ തോൾ എനിക്ക് നല്ലോണം വേദന എടുത്തിട്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ എനിക്ക് മുറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മുറിവാണോ എന്താണെന്നൊന്നും എനിക്കപ്പം മനസ്സിലായില്ല. പക്ഷെ നല്ല വേദനയായിരുന്നു. ആ ഓരോ സമയം കഴിയുമ്പോൾ കുലുങ്ങുമ്പോൾ ഞാൻ ഭയങ്കര, അതായത് ഒരു സമയം നമ്മൾ നരകവും സ്വർഗവും ഒക്കെ കാണൂല, അത്രയും വേദന. അതുപോലെ എൻ്റെ കാല് അനങ്ങണത്, അതായത് പൊട്ടി നമുക്ക് നീങ്ങണില്ലേ, ഉള്ളിൽ എല്ല് പൊട്ടി നീങ്ങണത് എനിക്ക് ഇങ്ങനെ ആടുന്നുണ്ട് എൻ്റെ കാല്. അപ്പോൾ അവർ നെയ്യാറ്റിൻകരയിൽ നിന്ന് എനിക്ക് സ്ലാബോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും ഇവരെന്താ അതൊന്നും ചെയ്യാത്തതെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല അപ്പം. അപ്പോൾ ഈ കാലനങ്ങുന്നുണ്ട്, എനിക്കിത് പിടിച്ചു വെക്കണമെന്നൊന്നും ആർക്കൊന്നും പറയാൻ പറ്റണില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത്, അത്രയും വേദനയുണ്ട്. ഒരു സ്പീഡിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് നേരം പിന്നെ ഞാൻ ബോധം പോയതുപോലെയായെന്ന് തോന്നുന്നു, കുറച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൽ പെട്ടെന്ന് ഇവരെത്തിച്ചല്ല അവിടെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഇവരെൻ്റെ പേര് കാര്യങ്ങൾ ഡ്രസ്സ് സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്ത് എല്ലാം വെട്ടിക്കളഞ്ഞു. കാരണം എൻ്റെ അമ്മ എനിക്ക് വീട്ടിൽ വരുമ്പം തച്ച് വെച്ചിരുന്നൊരു ഡ്രസ്സ് ആദ്യമായിട്ടല്ല, കുറേ ദിവസത്തിന് ശേഷം ഒരു പുതിയ ഡ്രസ്സ് തച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇട്ടിട്ട് പോയത് തന്നെ, എൻ്റെ ഇഷ്ടത്തിന് തച്ചതായിരുന്നത്. അമ്മ തച്ച് വെച്ചാണ് അതാണ് ഇട്ടിട്ട് പോയത്. അത് കട്ട് ചെയ്ത് കളഞ്ഞു പുതിയ ഡ്രസ്സ്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പേര് സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് കണ്ട്, ഡോക്ടർ വന്ന് പൊട്ടലുണ്ട് കാലിൽ. അതെനിക്ക് ആദ്യം മനസ്സിലായി പൊട്ടലുണ്ട്, കാരണം ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലൂടെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം കാല് അനങ്ങിയാണല്ലോ, അല്ലാതെ തോളിലുള്ള മുറിവ് ഒന്നും ഞാൻ അപ്പം കാണുന്നില്ല. എനിക്ക് എണീക്കാൻ കൂടെ പറ്റില്ല, തോളിൽ മുറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെന്ത് ചെയ്ത് എൻ്റെ ചോദിച്ചു വെള്ളം വല്ലതും കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 അടപ്പ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്, എനിക്ക് അത്രയും വെള്ളം തന്നെ ഓർമ്മ വന്ന സമയത്ത് ഞാൻ കുടിച്ചതാണ്. അപ്പോൾ പറഞ്ഞു വെള്ളം കുടിച്ചുകൊണ്ട് ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റൂല, അമ്മയ്ക്കാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് സർജറി ചെയ്യേണ്ടത്. അപ്പോൾ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ തള്ളവിരലിൽ നിന്ന് ഇത്രയും പോർഷൻ മുറിവ്, അതായത് എല്ല് കാണാമായിരുന്നു, മൊത്തത്തിൽ ചത ഫുള്ള് ഇങ്ങനെ ഇളകി എല്ല് കാണാമായിരുന്നു ഇവിടെ എല്ലാം. അതുപോലെ കാലിലുമാണ് പ്രശ്നം. അപ്പം എൻ്റെ അടുത്ത് ആകെ ഈ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പൊട്ടലുള്ളതുകൊണ്ട് ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ലെന്ന് ഇവർ സ്ലാബ് വെച്ച് ചുറ്റി എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പം തന്നെ പപ്പയുടെ റിലേറ്റീവ്സ് കാര്യം കളിക്കാവുള്ളിൽ പപ്പയുടെ കുഞ്ഞമ്മയും ഫാമിലിയും താമസിക്കുന്നത്, അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിൽ വന്നതിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട മക്കളെ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പം ഇവരെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ മിണ്ടാതെ കിടന്നു. ഇവരെല്ലാം എന്നെ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ അവിടെ കിടക്കുമ്പോഴാണ് എൻ്റെ അനിയൻ വീഡിയോ കോൾ വിളിക്കുന്നത്. കാരണം അവൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 26-ാം തീയതി എൻ്റെ 4 ദിവസത്തെ ലീവ് കളയണ്ട, അതും ലീവ് കളയണ്ടെന്നും പറഞ്ഞ് നേരത്തെ ചാടി കയറി ഇങ്ങ് വന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എടാ എന്ത് പറ്റി നിനക്ക്, കാരണം അവന് നൈറ്റായിരുന്നു. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി എന്തോ ആയിട്ടുണ്ടോ, ഡേയോ നൈറ്റോ കയറാൻ വേണ്ടി പോകുക, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പം വരാൻ പറ്റില്ല. അങ്ങനെ ഇവൻ സംസാരിച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ അമ്മയെ കാണില്ല, എല്ലാവരും ഇങ്ങനെ കാര്യം പറഞ്ഞ് അത് പറഞ്ഞൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ എനിക്കപ്പോഴും ചിന്തിച്ചിട്ട് എത്തുമ്പടിയും കിട്ടില്ല, എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നോ എവിടെ വെച്ച് പറ്റിയെന്നോ ഒന്നും അറിഞ്ഞില്ല. അമ്മയെ നേരെ കാണുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റ് എന്നെ ഇവർ പോസ്റ്റ് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതായത് സർജറിക്ക് മുമ്പ് പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയി കിടന്ന് സമയത്ത് എൻ്റെ അടുത്ത് യൂറിനറി കത്തീറ്റർ ട്യൂബ് ഇടട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ കേട്ട അറിവും പേഷ്യൻസിൻ്റെ അനുഭവം വെച്ച് ഞാൻ പെയിൻഫുള്ളായിരിക്കും പ്രൊസീജിയർ അറിയാം, എൻ്റെ മനസ്സിലാവും പെയിൻഫുള്ളായിരിക്കും, അതുകൊണ്ട് വേണ്ട. അപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എന്തായാലും അനസ്തേഷ്യ തരും സർജറി സമയത്ത്, അപ്പം ഇട്ടോട്ടെ, അപ്പം നമുക്ക് കരച്ചിൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ എന്നതിലായിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഈ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ നല്ല, അതായത് ദേഹാനങ്ങയില്ലേ, അപ്പം എനിക്ക് നല്ല വേദനയുണ്ട്. എനിക്ക് എണീറ്റ് ഇരിക്കാനില്ല, ഇവരെന്നെ ഷിഫ്റ്റ് ചെയ്യല്ലേ. അപ്പം ഈ തലങ്ങണി ഈ പുതപ്പ് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ ഒരു പെയിനുണ്ട്. അപ്പോൾ അത് ആക്സിഡൻറ്റ് സംഭവിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ പുണ്ണിലൊന്ന് തട്ടുമ്പോൾ ഒരു വേദന, അതും ഫ്രഷ് വുണ്ടിലൊക്കെ. അത് എന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കിടക്കുന്ന സമയത്ത് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എണീറ്റൊന്നും ചെയ്യാം. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും കത്തീറ്റിട്ടോ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഡോക്ടർ വരാനായെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇട്ട്.
എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ദേഹാസന്ന വേദനയും തോള് വേദനയും എല്ലാം കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് വലിയ വേദനയായിട്ട് തോന്നിയില്ല. സീരിയസ്ലി എനിക്കത് വലിയ വേദനയായിട്ടൊന്നും തോന്നിയില്ല. കാരണം കൈ ഇങ്ങനെ വെക്കണമായിരുന്നു സൈഡിൽ ഈ ഇതൊക്കെ ഇടാൻ വേണ്ടി. അപ്പം ഇങ്ങനെ എനിക്ക് പൊക്കാൻ പറ്റണില്ല. കാരണം ഞാൻ അങ്ങനെ വേദന അങ്ങനെ ഭയങ്കരമായിട്ട് സഹിക്കുന്ന ഒരാളൊന്നുമല്ല. അതായത് സഹിക്കാത്ത ഒരാളാണ്. ഇഞ്ചക്ഷനൊക്കെ എനിക്ക് അത്രയും പേടിയുള്ളത്. പിന്നെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ ഞാൻ കുറേ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ കുറച്ച് എന്താ പറയുക ഇത് ഓക്കെ ആക്കി വന്ന ഒരാളാണ്. എന്നാൽ ഈ മനുഷ്യരല്ലേ, നമുക്ക് എന്തായാലും വേദന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത്രയും ടോളറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇവർ പിന്നെ അനസ്തേഷ്യ ചെയ്യാൻ വന്ന്. അനസ്തേഷ്യ നട്ടലിനാണ് എടുത്തത്. അപ്പം ഇങ്ങനെ എണീറ്റ് എനിക്ക് ഇരിക്കണം. വളഞ്ഞിരുന്നാലേ നമുക്ക് എടുക്കാൻ പറ്റും. വളഞ്ഞിരുന്ന സമയത്താണ് കാല് ഞാൻ കാണുന്നത് തന്നെ. അപ്പം ഇപ്പുറത്തെ സൈഡ്, അതായത് വലത് സൈഡ് കാലിലെ മേൽ പോർഷൻ എല്ലാം തൊലിയെല്ലാം പോയി. ഫുള്ള് ഇങ്ങനെ മൊത്തത്തിൽ ഒരഞ്ഞു പോയി. മുട്ടിൻ്റെ അവിടെ ചെറിയ വേദന എടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഇനിക്കുമ്പം ഈ പൊട്ടിയ സൈഡ്, എൻ്റെ വലത് സൈഡ് കാല് വേദനയുണ്ട്. നല്ല വേദനയുണ്ട്. അനസ്തേഷ്യ എടുത്തൊന്നും എനിക്കത് വലിയ വേദനയായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല കുത്തിയതൊന്നും. പിന്നെ പെട്ടെന്ന് കിടത്തിയപ്പോൾ ഞാൻ ഇവരടുത്ത് പറയുന്നുണ്ട്, എന്നെ പെട്ടെന്നൊന്ന് ഉറക്കണം. കാരണം ഈ പ്രൊസീജിയർ ഞാൻ അറിയാം. മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് എന്ത് പ്രൊസീജിയറാണ് ചെയ്യാൻ പോണേന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവരെന്നെ ഉറക്കി. ഓർമ്മ വന്നേന്ന് എപ്പോഴെന്ന് വെച്ചാൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഓർമ്മ വന്ന സമയത്ത് ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ സൗണ്ടൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് ശ്രുതിയുടെ സർജറി സക്സസ് ആയിരുന്നു. കമ്പി ഇട്ടിട്ടുണ്ട്. ഇൻട്രാമെഡുലറി നെയിലിംഗ് ആണ് ചെയ്തിരിക്കണേന്ന് എനിക്ക് ഇത് കാണിച്ചു തന്നു. എക്സ്റേ എല്ലാം കാണിച്ചു തന്നു. അതിനുശേഷം ഇവർ എന്നെ കുറച്ച് നേരത്തേക്കും റൂമിലോട്ട് മാറ്റിയെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് ഞാൻ മയങ്ങിപ്പോയി. അപ്പം റൂമിൽ കൊണ്ടുപോയി, അതായത് പോസ്റ്റ് വാർഡ് അവിടെ കൊണ്ടുപോയി കിടത്തി. എത്ര മണി വരെയൊന്നും നമുക്ക് ഫുഡൊന്നും തരില്ലല്ലോ, 8 മണിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പ ഒക്കെ കയറി കണ്ട്. ഇതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ബെഡ് ബാത്ത് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ദേഹമൊക്കെ തുടയ്ക്കും. അതൊരു ഒന്നൊന്നൊരു സംഭവമാണ് കേട്ടോ, ദേഹം തുടയ്ക്കണത്. കാരണം ഫുൾ അഴുക്ക് പോകണമല്ലോ, അമ്മാതിരി തുടയായിരിക്കും അവർ തുടയ്ക്കുന്നത്. അവർക്ക് പുണ്ണിരിക്കണമെന്നോ അല്ലെങ്കിൽ അതൊന്നും വലിയ ഇതായിട്ട് തോന്നില്ല. നമുക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അത് ഒരുവിധം പ്രശ്നമില്ലാതെ അന്ന് തുടച്ചത് എനിക്ക് വേദന ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ തിരിച്ചു മറിച്ചൊന്നും കിടത്തിയില്ല. അങ്ങനെ അങ്ങ് തുടച്ച് കഴിഞ്ഞു. അതിനുശേഷം എന്നെ ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പം തന്നെ ഫുഡ് കരിക്കോളം അങ്ങനെ എല്ലാം കുടിച്ച് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ അമ്മയെ കാണുന്നത് തന്നെ. അപ്പം ഇത്രയും വരെ ഞാൻ ഇന്നത്തെ വീഡിയോ പറയണുള്ളൂ. കാരണം ഇതിന് ശേഷം ഒരുപാടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയി. കാരണം മറ്റ് കാര്യം കൂടി ഇതിൻ്റെ കൂടെ വന്നുകൊണ്ടാണ്. അപ്പം ഈ ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വാർഡിൽ പോയതിന് ശേഷമാണ് അറിയണത് തന്നെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു എങ്ങനെയാണ് ആക്സിഡൻറ്റ് ആയെന്ന്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. കാരണം നമ്മൾ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പഴയുടെ ബൈപ്പാസ് വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് തന്നെ. അതും നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഞാൻ പോയി ഇടിക്കുകയാണ് ചെയ്തത്. നിർത്തിയിട്ടിരുന്ന കാറിൽ പോയി ഇടിച്ച് ഞാൻ ഒരഞ്ഞു പോയി വീഴായിരുന്നു. അമ്മ അതിലിടിച്ച് മലക്കം മറിഞ്ഞ് റോഡിൻ്റെ നടുക്കമാണ് വീണത്. അപ്പം അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. കാരണം അമ്മ ഒരു വണ്ടി നമ്മൾ ഓവർ സ്പീഡിൽ ക്രോസ് ചെയ്ത് പോയി, കാർ. അപ്പം അത് ശ്രദ്ധിച്ച് തിരിഞ്ഞതും ഒരു തീപ്പൊരി കത്തി നമുക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അതാണ് അമ്മ പറയണത്. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. ഇടിച്ചതോ ഇടിച്ചതിന് ശേഷം വീണതോ അപ്പോൾ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇനി ഉറങ്ങിപ്പോയോ, ഉറങ്ങിയിട്ടാണോ? അപ്പോൾ ഇടിച്ചാൽ ഞാൻ അറിയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എണീക്കുമ്പോൾ എനിക്ക് ഓർമ്മ വേണമല്ലോ. അതൊന്നും അല്ല. അങ്ങനെ പിന്നെയാണ് മനസ്സിലായത് BP ലോ ആയി. BP കുറഞ്ഞ് എനിക്ക് ഓർമ്മയില്ലാതെ പോയി ഇടിച്ചാണ് ഞാൻ വണ്ടി. എന്തായാലും കിട്ടേണ്ടതൊക്കെ അതിഗംഭീരമായിട്ട് കിട്ടി 2 പേർക്കും. അപ്പോൾ മറ്റേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 29, 30 എൻ്റെ ചേച്ചിയുടെ കല്യാണം. അതിനു വേണ്ടിയാണ് ഈ കണ്ട പ്രിപ്പറേഷൻ മൊത്തം നടത്തിയത്. അതായത് നമ്മളെ അമ്മേരെ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണം. നമ്മൾ 4 പേരക്കുട്ടികളേ ഉള്ളൂ. 4 പേരിൽ ആദ്യത്തെ കല്യാണം. ഭയങ്കര ഗ്രാൻഡായിട്ട് നമ്മൾ പോയി പങ്കെടുക്കണമെന്ന് വിചാരിച്ച് അത്രയും എന്താ പറയുക എഫേർട്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു ഫംഗ്ഷനൂടെ വേണ്ടിയാണ് ഞാൻ സാധനം എടുക്കാൻ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അതില്ല, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഈ ആക്സിഡൻറ്റ് ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടാവും നമുക്ക്. അതൊരു നിമിത്തമായിട്ടുണ്ടാവും. പക്ഷേ എന്തു പറയുക, വേറെ വണ്ടിയൊന്നും ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു. വേറൊരു വണ്ടിയും വന്നിട്ടില്ലായിരുന്നു. ടാറിൽ വരാൻ സിമെൻറ്റിലാണ് നമ്മൾ വരഞ്ഞു പോയത്. ദൈവകൃപ കൊണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഇതിൽ നമ്മളെ സേഫായിട്ട്, കാര്യം പൊട്ടിയാലും നമ്മൾ സേഫായിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പേര് ആക്സിഡൻ്റായിട്ട് കോമയിലെല്ലാം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ട്രീറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ഇതൊരു മിറാക്കിൾ എന്ന് തന്നെ പറയാം. കാരണം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അമ്മ ഇപ്പം ജീവനോടെ, നിങ്ങളെ മുമ്പിൽ ഈ കഥ പറയാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. കാരണം തലനാഴിയൊക്കെയാണ് ഞാൻ അത്
ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാനും അമ്മയും. അപ്പം എനിക്കിതിൽ നിങ്ങൾക്കടുത്ത് പറയാനുള്ളത്, അഥവാ എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടയേർഡായിട്ടാണ് നിങ്ങൾ എവിടെന്നെങ്കിലും പോയിട്ട് വരണമെങ്കിൽ ദൈവത്തോർത്ത് ആരും വണ്ടി എടുക്കരുത്. വണ്ടി എടുക്കാൻ പാടില്ല അപ്പോൾ. അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആളടുത്ത് നിങ്ങൾ വണ്ടി കൊടുക്കണം. ഓട്ടിച്ചോളൂ, എനിക്ക് ബുദ്ധിമുട്ടെന്ന്. പക്ഷേ എനിക്കിത് രണ്ടും തോന്നിയിട്ടില്ലായിരുന്നു. അതായത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഓർമ്മയില്ലായിരുന്നു എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു ഉറക്കത്തിൻ്റെതോ അല്ലെങ്കിൽ ക്ഷീണമായിട്ട് തോന്നിയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞ് അമ്മയ്ക്ക് വണ്ടി കൊടുക്കുമായിരുന്നു. കാരണം അമ്മയും നല്ലോണം ഡ്രൈവ് ചെയ്യും. പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. ഒന്ന് വണ്ടി നിർത്തി അതായത് നിർത്താണ്ട് ഒരു ഇതുകൂടെ എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി പറഞ്ഞാൽ ഞാൻ ചിലപ്പം കരഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഹോസ്പിറ്റലിൽ ഞാൻ എന്തെല്ലാം അനുഭവമാണ് ഉണ്ടായത്, അതുപോലെ ഫിസിയോതെറാപ്പിക്ക് നമ്മുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നും എല്ലാം ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ.